ഹായ് കൂട്ടുകാരെ, മുറ്റത്ത് നിൽക്കുന്ന 2 വഴുതനങ്ങയും കുറച്ച് കുമ്പളങ്ങയും ചക്കക്കുരുവും ചതച്ചതും ചേർത്ത് ഒരു മോരുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. കൂടെ തന്നെ ഒരു ഉപ്പേരിയും പരിചയപ്പെടുത്താം. ചേനയും പയറും എല്ലാം വീട്ടിലുണ്ടായ പച്ചക്കറികളാണ്. ഉപ്പേരി വയ്ക്കുന്നതിന് വേണ്ട വെളുത്തുള്ളിയും ചുവന്നുള്ളിയും മുളക് പൊടിച്ചതും ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. മുളക് പൊടിച്ച് വെച്ചതാണ്, നല്ല വെയിലത്ത് ഉണക്കി പൊടിച്ച മുളക്. അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. കറിക്കുള്ള അരപ്പിനായിട്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതെല്ലാം എരിവിനനുസരിച്ച് എടുത്താൽ മതിയാകും. ചക്കക്കുരു ഇതുപോലെ കുത്തി ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനി തോല് കളയണം. തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൽച്ചട്ടിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനി ഇത് അരച്ചെടുക്കാം. നല്ലപോലെ അരയ്ക്കണം. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ചക്കക്കുരു ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഈ വെന്ത ചക്കക്കുരുവിലേക്ക് നമ്മൾ കുമ്പളങ്ങ കഷ്ണങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കുമ്പളങ്ങ കഷ്ണങ്ങളും വെന്ത ചക്കക്കുരുവും കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നത്. കുമ്പളങ്ങ ഒരു 1/4 വേവും ചക്കക്കുരു നന്നായിട്ടും വേവണം. ആ സമയത്ത് നമ്മൾ ഈ വഴുതനങ്ങ കഷ്ണങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കും. വഴുതനങ്ങയ്ക്ക് മോരുകറിയിൽ നമ്മൾ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ആ വഴുതനങ്ങയ്ക്ക് നല്ലൊരു രുചിയായിരിക്കും. ഇനി ഇത് 3ഉം കൂടി ഒന്ന് വെന്ത് വരട്ടെ. അധികം നേരം വേവിക്കേണ്ട ആവശ്യമില്ല. വഴുതനങ്ങ വെന്തതും നമുക്കത് മതിയാക്കാം. അപ്പോൾ ഇത് കൊഴുത്ത് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊഴുത്ത മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ശുദ്ധമായ നെയ്യ് നീക്കിയ മോര്. മോര് നല്ല മോരായിരിക്കണം, അല്ലെങ്കിൽ കറിക്ക് ഒരു രുചിയും ഉണ്ടായിരിക്കില്ല. മോര് കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ അടുത്ത് തന്നെ നിൽക്കണം, അല്ലെങ്കിൽ പൊന്തിച്ചാടി പോവും. ഇത് നല്ലപോലെ ഞാനൊന്ന് ഇളക്കി കൊടുത്ത ശേഷം തിളയ്ക്കാൻ അനുവദിച്ചു. തിളച്ച് വന്നു. ഒക്കെ കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നാളികേരവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറുജീരകവും അതിൻ്റെ ആ ഒരു മിശ്രിതം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇത് നല്ലപോലെ തിളയ്ക്കാൻ അനുവദിക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടുത്ത് തന്നെ നിൽക്കുകയും വേണം. മോരായതുകൊണ്ട് പെട്ടെന്നത് പൊന്തി വരും. കൽച്ചട്ടി ആയതുകൊണ്ട് ഈ ഒരു കറിക്ക് നല്ല രുചിയായിരിക്കും. ഇനി ഉപ്പേരിയാണെങ്കിൽ ഞാൻ അടുപ്പത്താണ് വെച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിട്ടാൽ മതിയാകും. നല്ല കൊഴുത്ത കറിയായി വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആറാൻ പാടില്ല. ഇത് ഒരു 2 മണിക്കൂർ ഇരുന്ന ശേഷം കൂട്ടാനാണ് നല്ല രുചിയായിട്ട് വരിക. ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാനും മറക്കണ്ട. നല്ല ഒരു മോര് കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഉപ്പേരി വയ്ക്കാം. അടുപ്പത്ത് ചോറ് വെച്ച് ഞാൻ വാർത്ത് കഴിഞ്ഞു. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, നല്ല കട്ടിയാണ്. അതിൻ്റെ കളർ ഇങ്ങനെയാണ്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറുവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൃത്തിയായി കഴുകി വാരിയെടുത്ത ചേനയും പയറും ഒഴിച്ച് കൊടുക്കണം. അതിന് മുമ്പ് കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് പറന്ന് കൊടുക്കുകയാണ്. ഞാനൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ചേനയും പയറും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളികളിലേക്കാണ് ചൂടുവെള്ളം പറന്നത്. അപ്പോൾ ഈ ചേന വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ ചേനയും പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. വീട്ടിലുണ്ടായ പയറായതുകൊണ്ട് പെട്ടെന്ന് വേവും.
ചേനയും പെട്ടെന്ന് വേവും. പക്ഷെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ചേനയ്ക്ക് വേവ് കൂടുതലുണ്ടാവും. അതുകൊണ്ട് ചേന ആദ്യം വേവിച്ചെടുത്തിട്ട് 3/4 വേവാകുമ്പോൾ പയർ കൊട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. ഉപ്പ് പാകാവാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ അടപ്പുകൊണ്ട് അടച്ചു വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളവും കഷ്ണങ്ങളും ഒക്കെ ഇതാ ഓപ്പായി വന്നിട്ടുണ്ട്. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നോളും. അപ്പോൾ ഞാൻ ചോറൊക്കെ ഇതാ വെച്ച് വാർത്ത് കഴിഞ്ഞു. ഇനി ഉപ്പേരിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു മണമാണ് ഈ ഉപ്പേരിക്ക്. വെറുതെ ചോറും തൈരും ഉപ്പേരിയും കൂട്ടി കഴിച്ചാലും നല്ല സ്വാദായിരിക്കും. കഞ്ഞിക്കാണിത് കൂടുതൽ സ്വാദ്. എന്തായാലും ഞാൻ ചോറിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പോഷക സമ്പുഷ്ടമാണ് ചേനയും പയറും. വളർച്ച ഉള്ള കുട്ടികൾക്ക്, രക്തക്കുറവുള്ള കുട്ടികൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഉപ്പേരി എൻ്റെ റെഡിയായി കഴിഞ്ഞു. കൂട്ടാനും റെഡിയായി, ചോറും റെഡിയായി, കടുമാങ്ങ ഉണ്ട്. ഇനി 2 പപ്പടം കൂടി കാച്ചണം. അപ്പോൾ ചക്കപ്പപ്പടം ഉണക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് പപ്പടം കാച്ചാനാണ് തീരുമാനം. അതിന് മുമ്പ് കറിയിലേക്കൊന്ന് വറുത്തിടണം. അപ്പം ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കുറച്ച് കടുകും കുറച്ച് ഉലുവയും 2 കപ്പൽ മുളക് അഥവാ വലിയ മുളക് പൊട്ടിച്ചതും കുറച്ച് കറുവേപ്പിലയും ചേർത്ത് ഇളക്കുകയാണ്. നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. അപ്പോഴാണ് അതിൻ്റെ മണം കിട്ടുക. ആ മണം കിട്ടുമ്പോഴാണ് നമ്മൾ ചൂടോടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കറിയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാ കടുകും പൊട്ടി വന്ന ശേഷം ഒഴിച്ചു കൊടുക്കാം. ആഹാ, നല്ല ഒരു കറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് മുമ്പ് ഞാൻ 2 ചക്കപ്പപ്പടം കാച്ചി എടുക്കട്ടെ. അപ്പോൾ ഇത് വേനൽക്കാലത്ത് ഞാൻ പണിയെടുത്തതാണ്, ഉണക്കിയെടുത്ത് വെച്ചതാണ്. ഒരു കുഴപ്പമില്ല, നല്ല രുചിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ ഇത് കാച്ചിയെടുക്കുകയാണ്. കാരണം വേഗമായി കിട്ടും, മൊരിഞ്ഞു വരികയും ചെയ്യും. നല്ല രുചിയോടുകൂടി ഈ മഴയത്ത് ചക്കപ്പപ്പടം നമുക്ക് കൂട്ടി ചോറുണ്ണാം. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്, നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് കൂട്ടാം. അപ്പോഴാണ് തോന്നുന്നു കുറുകി വരിക. കടുമാങ്ങുണ്ട്, പെരിയുണ്ട്, ഇഞ്ചി മോരാണിത്. ഇഞ്ചിയും മല്ലിയിലയും പച്ചമുളകും ഉപ്പും